കൃഷ്ണദാസ് സാർ നിങ്ങൾക്ക് തന്ന തറവാട്ടിൽ നിന്ന് നിങ്ങളെ അവർക്ക് ബലമായിട്ട് ഒഴിപ്പിക്കാൻ സാധിച്ചത് പോലീസ് ഫോഴ്സിന്റെ പിൻബലമുള്ളതുകൊണ്ടാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലുള്ളിടത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഈ കേസിൽ നിങ്ങൾ വിജയിക്കും. സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. സ്വത്തിനേക്കാളൊക്കെ എനിക്ക് വലുത് എൻ്റെ അച്ഛനായിരുന്നു. എൻ്റെ അച്ഛനാണ് റിട്ടയർഡ് DGP കൃഷ്ണദാസ് എന്ന് അറിയിക്കാൻ എനിക്ക് സാറിൻ്റെ കയ്യിലിരിക്കുന്ന വിൽപത്രം മാത്രമേ തെളിവായിട്ടുള്ളൂ. മാത്യൂസ്, ഒന്നും കണ്ടു. എന്തായാലും ഞാനിനി രണ്ടിലൊന്നും അറിഞ്ഞിട്ട് നാട്ടിലേക്കുള്ളൂ. തൽക്കാലം ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അമ്മയിപ്പോ അവിടെയാ. സാർ. ആ, മാത്യു വർഗീസ് എന്റെ ജൂനിയറാ, മിടുക്കനാ. ഈ കേസ് മാത്യു അറ്റൻഡ് ചെയ്തോളൂ. ഞാൻ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും, അതുകൊണ്ടാ. അല്ല, അത് സാർ പേടിക്കണ്ടോ. ഈ കേസ് ഒരു അഡ്വക്കേറ്റും പ്രസന്റ് ചെയ്തില്ലെങ്കിലും താൻ ജയിക്കും. സോളിഡ് പ്രൂഫ് അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. ദൈവസാക്ഷിയായി കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. മരണമടഞ്ഞ റിട്ടയർഡ് DGP കൃഷ്ണദാസിന്റെ പേരിൽ എറണാകുളം സിറ്റിയിലുള്ള ബംഗ്ലാവിൽ നിന്നും എന്റെ കക്ഷികളായ രാജലക്ഷ്മിയെയും മകൻ വിജയകൃഷ്ണനെയും പോലീസ് ബലമായി ഒഴിപ്പിക്കുകയായിരുന്നു എന്നത് സത്യമല്ലേ? അതെ. എന്തിനാണ് അവരെ ബലമായിട്ട് ഒഴിപ്പിച്ചത്? കൂട്ടിക്കിടന്ന ആ തറവാട്ടിൽ അനധികൃതമായി കയറി താമസിച്ചതുകൊണ്ട്. അനധികൃതമായിട്ടാണ് അവർ താമസിച്ചതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ കൃഷ്ണദാസ് എന്റെ സഹോദരിയുടെ ഭർത്താവാണ്. അപ്പൊ നിങ്ങളുടെ സഹോദരിയാണോ കൃഷ്ണദാസിന്റെ ആദ്യ ഭാര്യ? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. താങ്ക് യു യുവർ ഓണർ. കൃഷ്ണദാസിന്റെ ആദ്യ ഭാര്യ എന്നുള്ള പരാമർശം തെറ്റാണ്. കൃഷ്ണദാസിന് ഒരു ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ നിൽക്കുന്ന എന്റെ കക്ഷിയും സിറ്റി പോലീസ് കമ്മീഷണറുമായ ദേവരാജന്റെ സഹോദരിയാണ്. കൃഷ്ണദാസിന്റെ സ്വത്തിന് അവകാശം ഉന്നയിച്ചിട്ടുള്ള രാജലക്ഷ്മിയെ വിസ്തരിക്കുവാൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. പ്രൊസീഡ്. റിട്ടയർഡ് DGP കൃഷ്ണദാസിന്റെ സ്വത്തിന് വേണ്ടി അവകാശം ഉന്നയിച്ചിട്ടുള്ള നിങ്ങൾ കൃഷ്ണദാസിന്റെ ഭാര്യയാണോ? അതെ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം എവിടെ വെച്ചാണ് നടന്നത്? ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചാണോ? അല്ല. ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ? അല്ല. രജിസ്റ്റർ മാരേജ് ആയിരുന്നോ? അല്ല. അപ്പോ നിങ്ങൾ കൃഷ്ണദാസിന്റെ കീപ്പായിരുന്നോ? ഐ മീൻ വെപ്പാട്ടി? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. താങ്ക് യു യുവർ ഓണർ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. പിന്നെ എന്ത് ബന്ധമാണ് കൃഷ്ണദാസനും നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്നത്? ഞാൻ പ്രസവിച്ച എന്റെ മോൻ വിജയകൃഷ്ണന്റെ അച്ഛനാണ് കൃഷ്ണദാസ്. കൃഷ്ണദാസിന്റെ മകനാണ് വിജയകൃഷ്ണൻ എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? സാറല്ലേ ആ വിൽപത്രം തയ്യാറാക്കിയത്? എല്ലാം സാറിന് അറിയാലോ. ഗുഡ് ആൻസർ. കുറ്റം ഡിഫൻസ് ലോയർക്ക്. ആ വിൽപത്രം അല്ലാതെ മറ്റൊരു തെളിവും എന്റെ കയ്യിലില്ല. യുവർ ഓണർ, റിട്ടയർഡ് DGP കൃഷ്ണദാസിനെ അപകീർത്തിപ്പെടുത്താൻ വാദിഭാഗം മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണ് കൃഷ്ണദാസുമായിട്ടുള്ള രാജലക്ഷ്മിയുടെ ബന്ധമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്താൻ DYSP കോശയെ വിസ്തരിക്കുവാൻ അനുമതി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രൊസീഡ്. ഈ കേസിലെ വാദി ഈ നിൽക്കുന്ന രാജലക്ഷ്മിയെ നിങ്ങൾക്കറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ലോഡ്ജ് റെയ്ഡ് ചെയ്തപ്പോൾ പിടിക്കപ്പെട്ട സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇവരും ഉണ്ടായിരുന്നു. കേസ് ചാർജ് ചെയ്യരുതെന്ന് പറഞ്ഞ് എന്റെ കാല് പിടിച്ചപ്പോ ഞാൻ ഇവരെ വെറുതെ വിട്ടു. പിന്നീട് കുറച്ചു കാലം ഇവരെ എന്റെ കൂടെ ആയിരുന്നു. സൈലൻസ്, സൈലൻസ്. പിന്നീട് മറ്റു പലരുമായിട്ട് ഇവർക്ക് ഇടപാടുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ തന്ത്രപൂർവ്വം ഇവരെ കൈയൊഴിഞ്ഞു. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ കിടക്കുവോ വക്കീലേ? അതിനുശേഷം നിങ്ങൾ ഇവരെ കണ്ടിരുന്നോ? ഒരിക്കലൊരു കൈക്കുഞ്ഞുമായിട്ട് ഇവരെന്റെ വീട്ടിൽ വന്നു.
ആ കുഞ്ഞെന്റെ മകനാണെന്ന് ഇവർ വാദിച്ചു. അത് നിങ്ങളുടെ കുട്ടിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു? പിന്നെ ഈ വർഷവും സമയമൊക്കെ വെച്ച് നോക്കുമ്പോ അത് എന്റെ തന്നെ ആകാനാ സാധ്യത. വിജേഷൻ എന്ന ആ കുഞ്ഞിന് പേരിട്ടത് ഞാനാ. എന്നിട്ട് മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം എന്റേത്. വിവരങ്ങൾ പുറത്തറിയിക്കാതിരിക്കാൻ എല്ലാ മാസവും ഒരു തുക ചെലവിനായി കൊടുക്കാറുണ്ട്. യുവർ ഓണർ, ഇതുപോലെ പലരിൽ നിന്നും ഈ രാജലക്ഷ്മി പണം തട്ടിയെടുത്തതായി തെളിവുകളുണ്ട്. മാനക്കേട് കരുതി പലരും അത് പുറത്തു പറയുന്നില്ലെന്ന് മാത്രം. റിട്ടയർഡ് DGP കൃഷ്ണദാസിന് സംഭവിച്ചതും അത് തന്നെയാണ്. ഇത്തരത്തിൽ കൃഷ്ണദാസിനെയും രാജലക്ഷ്മി പല തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മാനസിക പീഡനത്തിൽപ്പെട്ടാകാം അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചതും മരണപ്പെട്ടതുമെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. പണത്തിനു വേണ്ടി സമൂഹത്തിലെ ഏതൊരു മാന്യ വ്യക്തിയെയും കരുതേച്ച് കാണിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഇതുപോലെയുള്ള അഭിസാരികൾക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുത്ത് ഇനിയെങ്കിലും കൃഷ്ണദാസിനെ പോലെയുള്ള മാന്യന്മാർക്ക് സംരക്ഷണം നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നിന്റെ സാറിനോട് പറഞ്ഞേക്ക്, ഈ വിൽപത്രം വെച്ച് ഞാൻ എല്ലാത്തിനും അഴിയണിക്കുന്നു. ഇനി നമുക്ക് ആരുടെ മുമ്പിലും തലകുണിക്കേണ്ടി വരില്ലമ്മേ. ആ വിൽപത്രം എനിക്ക് കിട്ടി. അത് വെച്ച് നമുക്ക് എല്ലാം കോടതിയിൽ തെളിയിക്കാമേ. എന്താ എന്താമേ? നീ എന്റെ ഓഫീസിൽ വന്ന് ഒരു അതിബുദ്ധി കാണിച്ചു എന്നറിഞ്ഞു. അവിടെ നിന്ന് ആ വിൽപത്രം നഷ്ടപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ലേ. അതുകൊണ്ട് അത് മേടിച്ച് കമ്മീഷണർ സാറിനെ ഏൽപ്പിക്കാവുന്നതാണ് ഞാൻ. അതിബുദ്ധി ആപത്തെന്ന കാര്യം നിന്റെ അമ്മ പഠിപ്പിച്ചിട്ടില്ലേ? ഓ, അതിനൊക്കെ ഇവർക്ക് എവിടെയാ നേരം? എനിക്കും ഇല്ല നേരം. ആ വിൽപത്രം തന്നേക്കാം. ഇല്ല, ഞാനത് തരില്ല. പാട്ടിക്കാഴുവരുടെ മോന് എടുക്കടാ വിൽപത്രം. ഇല്ല, എന്നെ കൊന്നാലും ഞാനൊന്നും കിട്ടില്ല. ഒന്ന് നിർത്ത് സാറേ, അവൻ പറഞ്ഞ ശരിയല്ലേ? അവനെ കൊന്നാലെങ്ങനെ വിൽപത്രം കിട്ടുക? ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നിങ്ങൾക്ക് മനസ്സാക്ഷിയല്ലേ? വെറും SI ആയിരുന്നു എന്നെ DYSP ആക്കിയത്. എന്റെ തന്തയല്ല, ഈ സാറാ. എന്നാ സമയം കളയാതെ ഇവളെ കത്തിച്ചേക്കാം അല്ലേ? അയ്യോ വേണ്ട, ഞാൻ തരാം. എന്റെ അമ്മയൊന്നും ചെയ്യരുത്. ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എടുത്തോ, എടുത്തോ. നിങ്ങൾക്ക് ഏറ്റവും ബഹുമാനമുണ്ടായിരുന്ന കൃഷ്ണദാസ് സാറിന്റെ കൊലപാതകം നേരിൽ കണ്ടിട്ടും ഒരു പോലീസുകാരനായിട്ട് പോലും എന്തുകൊണ്ട് നിങ്ങളത് മറ്റാരെ അറിയിച്ചില്ല? ആ കുറ്റബോധം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചത്. അന്ന് ആരും അറിയാതെ 3 മാസത്തോളം എൻ്റെ തറവാട്ടിൽ കൊണ്ടുപോയി ഞാൻ അവനെ ചികിത്സിച്ച് സുഖപ്പെടുത്തി. ആ കാലയളവ് മുഴുവൻ വിജയേഷിൻ്റെ മനസ്സിൽ പക മാത്രമായിരുന്നു, ഒടുങ്ങാത്ത പക. ഒരു ദിവസം നേരം പുറന്നപ്പോൾ അവനെ എൻ്റെ വീട്ടിൽ കണ്ടില്ല. പ്രതികാരത്തിന് ശ്രമിച്ച അവനെ ദൈവം പോലും കൈവിട്ടു.
അവന്റെ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ. നല്ലവനായ അവന്റെ ജീവൻ അങ്ങ് രക്ഷിക്കണം. അതിനുവേണ്ടേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ, എനിക്കൊന്ന് കാണാൻ പറ്റണില്ല. എനിക്ക് ആകെ ഒരു ഇരുട്ട് മാത്ര. അവ്യക്തമായിട്ട് എന്തെങ്കിലും? ഇല്ല, എനിക്കെന്താ ഈശ്വര, മുഴുവൻ ഇരുട്ട് മാത്ര. ഡോക്ടർ, പ്ലീസ് കോൾ ദ ഐ സ്പെഷ്യലിസ്റ്റ്. ഞാൻ ഐ സ്പെഷ്യലിസ്റ്റ്. നീ ഐ സ്പെഷ്യലിസ്റ്റോ? നെ കാണാൻ വന്നതാ. നീ ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? പതുക്കെ പറ, വല്ലവരും കേൾക്കും. വല്ലവരുടെയും കക്ക വല്ലവരും പറയുന്ന കേൾക്കാൻ പാടില്ല. പറയടാ സത്യം, നീ എന്താ ഇവിടെ? ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ സൂപ്രണ്ട് സാറ് പറഞ്ഞു ഇനിയെങ്കിലും വഴി തെറ്റാതെ നടക്കണമെന്ന്. എന്നാ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ എനിക്ക് ബസ്സിന്റെ ബോർഡ് വായിക്കാൻ പറ്റണം. ഇക്കാര്യം അടുത്തേക്കുന്ന ഒരാളെ കണ്ട് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു ഇവിടെ വന്ന് കണ്ണട ടെസ്റ്റ് ചെയ്ത് കണ്ണ് വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റൂന്ന്. കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണട വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റൂന്ന്. അതിനുവേണ്ടി വന്നതാ. ലോക്കപ്പാണ് സത്യം. കള്ള നായേ, നിനക്ക് വായിക്കേണ്ടത് നായുണ്ട് സൂക്ഷിക്കുന്ന ബോർഡല്ലേ? ആ ബോർഡിൽ മിക്കവാറും പട്ടിയുടെ പടം കാണുമല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് അതല്ലെന്ന്, അക്ഷരം വായിക്കാൻ പറ്റണില്ല. സാറിന്റെ 16 ആണോ? സാറിന്റെ നമ്പർ 16 ആണോന്ന്? എന്നാ എന്റെ നമ്പർ ആയിരിക്കും. വരട്ടെ. പിന്നെ സാറിന് എത്ര കാലം കൂടി പെൻഷൻ പറ്റാൻ? എന്തേ? അല്ല, ഇപ്പൊ എന്റെ മേലുള്ള പിടിയൊന്ന് വിട്ടു തന്നാൽ പെൻഷൻ പറ്റുമ്പോ എന്റെ ഡ്രൈവറായിട്ട് എന്റെ കൂടെ നിൽക്കാം. ഇല്ലെങ്കിൽ ഉള്ള പെൻഷനും വാങ്ങി ഇനിയുള്ള കാലം തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരും. പറഞ്ഞേക്കാം. ഒന്ന് നിന്നേ. എന്തേ? അങ്ങനെ സംഭവിച്ചാൽ അന്ന് തരാൻ പറ്റാത്ത കാര്യം ഞാൻ ഇപ്പൊ തന്നതാ. ഞാൻ കൃതാർത്ഥനായി. പോടാ. ഐസൈറ്റിനൊരു കുഴപ്പവും കാണുന്നില്ല. സംതിങ് റോങ് സംവെയർ. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും. OP തീർത്തിട്ടാലോ ഡോക്ടർ? ഓക്കെ, നമുക്ക് മറ്റുള്ള സ്കാനിംഗ് ഒക്കെ തീർക്കാം. വരൂ. സിസ്റ്റർ, ഈ ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റി. കമാ. ഇവിടെ ഇരുന്നോളൂ. സിസ്റ്റർ വന്ന് സ്കാനിങ്ങിന് കൊണ്ടുകൊള്ളൂ. എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല ഡോക്ടർ. കാഴ്ചയില്ലെന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. എന്തിന്? ഡോക്ടർക്ക് എന്നെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ എങ്ങനെയാണ് ഇവിടെ? രാധിക പറഞ്ഞു, കോൺസ്റ്റബിൾ നാരായണൻ പറഞ്ഞു, വിജയകൃഷ്ണനെ കുറിച്ച് എല്ലാം എനിക്കറിയാം. അച്ഛനും അമ്മയോടൊത്തുള്ളൊരു ജീവിതം എൻ്റെ സ്വപ്നമായിരുന്നു. ഒന്നിച്ചൊരു വീട്ടിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. അച്ഛനും അമ്മയും ഞാനും സമ്മതിച്ചില്ല. എൻ്റെ കൺമുമ്പിലിട്ട് എൻ്റെ അമ്മയെ ഇല്ല. എൻ്റെ മനസ്സിലിപ്പോൾ പക മാത്രമേ ഉള്ളൂ. അതിന് ഈ മറ എനിക്ക് ആവശ്യമാണ്. എന്നെ കൊല്ലാൻ വേണ്ടി പുറത്ത് കാവൽ നിൽക്കുന്ന പോലീസുകാർ എൻ്റെ കണ്ണിന് കാഴ്ചയില്ലെന്നറിഞ്ഞ അവരെയൊന്നും ഞാൻ ഇനി ഒരിക്കലും തിരിച്ചറിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ അവരെന്നെ ജീവിക്കാൻ അനുവദിച്ചാലോ? എനിക്ക് ജീവിക്കണം ഡോക്ടർ, ഒരു മകൻ്റെ കടമ തീർക്കാൻ. അതുപോലെ രാധിക ഇനി എൻ്റെ മനസ്സിൽ നിന്ന് മായിച്ചേണ്ടത് അവളെയാണ്. അവൾ എന്നിൽ നിന്ന് അകലണം. അകന്നേ പറ്റൂ. രാധികയും വിശ്വസിച്ചോട്ടെ ഡോക്ടർ, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലെന്ന്. ഒരനുജനെ പോലെ കണ്ട് സാറിൻ്റെ കൂടെ നിൽക്കണം, സഹായിക്കണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഒരു മാലയും വളയൊക്കെ ഇവിടെ വച്ചിരുന്നു. എവിടെ പോയാവോ? വള അല്ലേ?
ഇതെന്തൊരന്തനാടോ? അതിങ്ങോട്ട് ഊരി തന്നേക്കൂ. ഇതാരെന്റെ കയ്യിലിട്ടു? എന്റെ വളയ്ക്കൊരു കുഴപ്പമുണ്ട്, അറിയാണ്ട് കേറും. അത് പറ. വേദനിപ്പിക്കില്ല, വേദനിപ്പിക്കില്ല, വേദനിപ്പിക്കില്ല. ഊരി തരാം. ഇനി എന്താ? ഇനി മാല, മാല, മാല. ലോക്കറ്റ് ഉണ്ട് കേട്ടോ, പിടിച്ചോ. ഇനി മോതിരം. മോതിരമുണ്ട്. ഇത് പോക്കറ്റിലുണ്ടോ? പോക്കറ്റിലുണ്ടെന്ന്. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതിന്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എന്തെങ്കിലും തന്നാലോ? ഞാൻ ഈ മാലയൊക്കെ തന്നതിനാണോ? അതെ. തന്നോളൂ. എന്ന് ഇതുപോലെ ഒന്നങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ടോ? ഞാൻ ഇങ്ങനെ നിന്നാ മതിയോ? പിന്നെ ഞാൻ തരാൻ പോവാണ്. തന്നോളൂ. എന്താ കണ്ണുണ്ടൂടെ? കണ്ണ് തള്ളിപ്പോയി. ഒരു കാര്യം ഉറപ്പായി, അവന് കാഴ്ചയുണ്ട്. ഇനി എന്റെ എല്ലും പല്ലും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അകത്ത് നല്ല ചവിട്ട് കടകോയിരുന്നു. വിജേഷണം പറഞ്ഞിട്ട് ഞാൻ താനുമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിജേഷണൻ 3ാമത്തെ നിലയിൽ 333 നമ്പർ മുറിയിലുണ്ട്. സൂക്ഷിക്കണം, അവിടെ മുഴുവൻ പോലീസാണ്. ഹലോ, താനാരാ? വിജയേഷന്റെ നാട്ടുകാരനാ. താൻ എങ്ങനെ അറിഞ്ഞു വിജയേഷൻ ഇവിടെ ഉണ്ടെന്ന്? വിജയനെ ഇവിടെ വെച്ച് കണ്ട ഒരു പരിചയക്കാരൻ ഫോൺ ചെയ്ത് പറഞ്ഞതാ. എന്തായി സഞ്ചിയില്? കുറച്ച് ഫ്രൂട്ട്സ് ആണ് സാർ. തുറന്നേ. വയ്ക്കോ. ആരാ? ഞാൻ വാസു. വിജയുടെ നാട്ടുകാരനാ. വാസുവേട്ടൻ എത്തിയോ? ഞാൻ പറഞ്ഞിട്ടാ വാസുവേട്ടൻ വന്നത്. ഒരു സഹായത്തിന്. ഓക്കെ വിജേഷൻ. എന്തിനാ ഇങ്ങനെ ഒരു നാടകം? ആവശ്യമുണ്ട്. ശത്രുക്കളെല്ലാം പ്രബലരാണ്. ലക്ഷ്യത്തിലെത്തുന്നവരെ ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നാടകം ആവശ്യമാണ്. പറഞ്ഞ പോലെ നാട്ടിലെ വീടും പറമ്പും കിട്ടിയ വിലയ്ക്ക് നമ്മുടെ ബീരാ മുതലാളിക്ക് വിറ്റു. അഡ്വാൻസിന്റെ ബാക്കി വണ്ടിയുടെ താക്കോൽ, മൊബൈൽ. കാശ് കയ്യിൽ വെച്ചാൽ മതി. വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ. കുറച്ച് കഷ്ടപ്പെട്ടു. ഇനിയും കഷ്ടപ്പെടേണ്ടി വരും. ഐശ്വര്യത്തിലേക്ക് സാർ. യെസ് സാർ. ഹലോ, സിറ്റി ഹോസ്പിറ്റൽ. There is a call from DIG office. Can I speak to SA Rajiv Menon? വിളിക്കാം സാർ. വിളിച്ചവിടെ നിർത്തിയാൽ മതി. I will call you back. ഓക്കെ സാർ. സ്റ്റേഷനിലേക്ക് വിളിക്കണം? വേണ്ട, സാറ് വരാനാ പറഞ്ഞത്. DIG ഓഫീസിൽ നിന്ന് ഒരു കോൾ ഉണ്ട്. സർ, ഒരു ഫോണുണ്ട്. ഇവനെന്താ നമ്മുടെ അസോസിയേഷൻ മെമ്പറാണോ? അടുത്ത മീറ്റിംഗിൽ 2 കള്ളന്മാർ ഒരു വീട്ടിൽ കയറി ക്ലാഷ് ആവരുതെന്ന് പറയണം. അങ്ങോട്ട് മാറാം. മണ്ടൻ മുതലാളി കിടക്കുന്ന റൂമിലേക്കാണ് പോണത്.
വാതിലടച്ച് കുറ്റിയിടണം. മലമണ്ടൻ ലേറ്റ് ഇട്ടിട്ടാണ് കക്കാൻ പോണത്. ഇവനെന്താ അയാളുടെ സൗന്ദര്യം കാണണം. ശബ്ദിക്കരുത്. എന്റെ പേര് മറന്നിട്ടില്ലല്ലേ? നിങ്ങൾ വക്കീലന്മാര് എൻറോൾ ചെയ്യുമ്പോ ഒരു സത്യവാചകം ചൊല്ലാറില്ലേ? എന്താ അത്? ഭരണഘടനയിൽ അധിഷ്ഠിതമായ നിയമ നടത്തിപ്പിനായി എന്റെ വിശ്വാസവും കൂറും ഉയർത്തിപ്പിടിക്കാമെന്നും കൂടാതെ ലീഗൽ പ്രൊഫഷന്റെ ട്രഡീഷൻ, പ്രിവിലേജസ്, ഡിഗ്നിറ്റിയും കാത്തുസൂക്ഷിച്ച് നീതി നിർവഹണം നടത്തുമെന്നും ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെയല്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ നിയമം അനുസരിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? നിയമം പഠിച്ച ഒരാൾ നിയമം ലംഘിക്കുന്നത് കുറ്റമല്ലേ? അതെ. അമ്മയുടെ പ്രായമുള്ള നിരപരാധിയായ ഒരു സ്ത്രീയെ കോടതി മുമ്പാകെ വേശ്യെന്ന് മുദ്രകുത്തി അവരവഹേളിച്ചത് മാപ്പറിയിക്കാത്ത തെറ്റല്ലേ? തന്റെ വക്കീലിനെ വിശ്വസിച്ചേൽപ്പിച്ച വിൽപത്രം കോടതി മുമ്പാകെ ഒളിപ്പിച്ചതും തെറ്റല്ലേ? മകന്റെ മുമ്പിലിട്ട് ഒരമ്മയെ ജീവനോടെ തീ കൊളുത്തി കൊല്ലാൻ സഹായിച്ച കൂട്ടുപ്രതിക്ക് എന്താ ശിക്ഷ? എന്ത് ശിക്ഷ വരെ നൽകുന്നു? വധശിക്ഷ വരെ നൽകാം. വധശിക്ഷ വരെ? വേണ്ട. നീയോ എഴുന്നേക്കണോ? എവിടാ വിജേഷൻ? എവിടാ അവനിപ്പോ എവിടെയുണ്ടോ? എന്താ എന്താ ഇവിടെ? വാട്ട്സ് എ പ്രോബ്ലം? വേർ ഈസ് വിജയകൃഷ്ണൻ? അയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. Now he is in critical state. ഇല്ല, അവനിവിടെ ഇല്ല. You know doctor, Advocate Rajmohan shot dead. And we are damn sure he is the killer. Yes. കൊല കഴിഞ്ഞ് 25 കിലോമീറ്റർ താണ്ടി വിജയകൃഷ്ണൻ ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. What nonsense you are talking? സംശയം ഉണ്ടെങ്കിൽ വാ കാണിച്ചു തരാം. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഈ വിജയകൃഷ്ണനാണോ നിങ്ങൾ പറഞ്ഞ കൊലയാളി? ഈ അന്ധനായ വിജയകൃഷ്ണനാണോ 25 കിലോമീറ്റർ ദൂരം പോയി കൊല ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞ കില്ലർ? Come on, tell me. ഇതേ ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ രോഗികളുടെ അടുത്ത് പോലീസിന്റെ മൂന്നാം മുറ കാണിക്കരുത്. If so, I will have to go to the court against the police.
എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നമ്മുടെ വക്കീൽ വധക്കേസിന്റെ അന്വേഷണം ഗവൺമെന്റ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുക. അതെന്താ സാർ ഇത്ര പെട്ടെന്നൊരു മാറ്റം? ഈടോ കൊല്ലപ്പെട്ട വക്കീലിന്റെ അമ്മാവല്ലേ ഹോം മിനിസ്റ്റർ പ്രഭാകരൻ പയ്യനടുത്ത്. സ്വന്തം കുടുംബത്തിൽ നടന്ന കൊലപാതകം തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ മാനക്കേട് അയാൾക്കല്ലേ? സർ, ക്രൈംബ്രാഞ്ച് അടുത്ത കാലത്തൊന്നും വിവാദപരമായ ഒരു കേസും തെളിയിച്ചിട്ടില്ല. നല്ല മൂളി നട്ടെല്ലാം ഉള്ളവർ ഒറ്റ ഓഫീസേഴ്സ് ഇന്നിപ്പോ അവിടെ ഇല്ല സർ. അങ്ങനെ എല്ലാവരെയും അടച്ചു പറയണ്ട. SP സ്വാമിനാഥൻ IPS ഈസ് ദി ഇൻചാർജ്. ഡൽഹിയിൽ ഇരുന്ന് അയാളെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി പോസ്റ്റ് ചെയ്തിട്ടാണ് അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത്. അയാളെ കുറിച്ച് അറിയുമോ? ഇന്നോളം അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളും അതിവിദഗ്ധമായി തെളിയിച്ചിട്ടുള്ള ക്ലേവർ, ഇന്റലിജന്റ് ആൻഡ് എഫിഷ്യന്റ് പോലീസ് ഓഫീസറാണോ? ഒരു പക്ക തമിഴൻ, പക്ഷെ കെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്നാണ്. പോലീസിന്റെ FIRലോ എൻക്വയറി റിപ്പോർട്ടിലോ നമ്മൾ സംശയിക്കുന്ന വിജയകൃഷ്ണനെ കുറിച്ചൊരു സൂചന പോലും ഉണ്ടാവരുത്. ഉണ്ടായാൽ ആ സ്വാമിനാഥന്റെ അന്വേഷണം അവൻ എന്തിനാണ് ഈ കൊല ചെയ്തത് എന്നതിനെ കുറിച്ചായിരിക്കും. പിന്നെ അവന്റെ തന്തയും തള്ളയും മരിച്ചതിന്റെ കാര്യകാരണ സഹിത അയാൾ കേസ് തെളിയിക്കും. പിന്നെ നമ്മുടെയൊക്കെ ബാലൻസ് സർവീസ് അങ്ങ് സെൻട്രൽ ജയിലിലായിരിക്കും. സോ വി മസ്റ്റ് ബി വെരി കോഷ്യസ് അബൌട്ട് സ്വാമിനാഥൻ. May I come in, sir? Yes, please. Glad to meet you. Me too, sir. Take your seat. Thank you. 5 കൊല്ലത്തിന് ശേഷമാണല്ലേ കേരളത്തിലേക്ക് ഒരു പോസ്റ്റിംഗ്, അതും ക്രൈംബ്രാഞ്ചിലേക്ക്. കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തയക്കാം. I have already collected everything, sir. Oh, so fast. That's my way of investigation. പോലീസിന്റെ എൻക്വയറി റിപ്പോർട്ടിൽ കൊല്ലപ്പെട്ട വക്കീലിന്റെ വീട്ടിൽ കയറിയ കൊലയാളിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ക്രൈംബ്രാഞ്ചിന്റെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. കള്ളൻ ഭാസ്കരനെയല്ലേ ഉദ്ദേശിച്ചത്? പ്രഥമ ദൃഷ്ടിയിൽ നമ്മൾ സംശയിക്കത്തക്ക വിധത്തിൽ തന്നെയാണ് ഫോറൻസിക് ലാബ് റിസൾട്ടും തെളിവായി ലഭിച്ച് അയാളുടെ മുണ്ടും. കൂടാതെ പോലീസ് ഡോഗ് ചെന്ന് എത്തിയത് അയാളുടെ വീട്ടിലാണല്ലോ. പക്ഷേ കില്ലർ കള്ളൻ ഭാസ്കരനല്ല. ഓരോ കള്ളന്മാർക്കും ഓരോ നേച്ചറുണ്ട്. കള്ളൻ ഭാസ്കരന്റെ കേസ് ഹിസ്റ്ററി പരിശോധിച്ചതിൽ നിന്നും അയാൾ എന്നെ വരെ ആരെയും ഒരു പോറൽ പോലും ഏൽപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്ന് കരുതി അയാൾക്കൊരു കൊല ചെയ്ത് കൂടാന്നില്ലല്ലോ. There's a chance for that. But ജനൽ ചില്ല് പൊട്ടിച്ച് ഡോറിന്റെ ലോക്ക് ഓപ്പൺ ചെയ്താണ് ഭാസ്കരൻ അകത്ത് കടക്കാറുള്ളത്. അതാണ് അയാളുടെ രീതി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വക്കീലിന്റെ ബോഡിയിൽ ചതവേട്ടുപാടുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഭാസ്കരനെ പോലൊരാൾക്ക് ആരോഗ്യ ദൃഢഗാത്രനായ വക്കീലിനെ കീഴ്പ്പെടുത്തുകയും തോക്കുപയോഗിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുക അത്ര എളുപ്പമല്ല. എന്നാൽ യഥാർത്ഥ കുറ്റവാളിയെ ഭാസ്കരൻ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് ഭാസ്കരനെ പിടികൂടിയേ പറ്റൂ. ഹീ ഈസ് ദ പ്രൈസ്ഡ് വിറ്റ്നസ്. പക്ഷേ എന്റെ അന്വേഷണം തുടങ്ങുന്നത് ആ കൊലയാളിയെ കുറിച്ചാണ്. എന്തിനാണ് അയാൾ? ആരാണ് അയാൾ? എവിടെയാണ് അയാൾ? എന്തിനു വേണ്ടിയാണ് അയാൾ? Yes, come in. എന്താടോ ഇത്? സ്വാമിനാഥൻ സാറിനെ ഞാൻ അസിസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞില്ല, DIG സാറിന്റെ ഓർഡറാ. എന്റെ റെക്കമെൻഡേഷൻ. ഞാൻ അറ്റൻഡ് ചെയ്ത 3-4 കേസുകളിൽ ഇയാൾ എന്റെ സാരഥിയായിരുന്നു. You may go with him. Thank you, sir. So, we will meet again. Yeah. താമസം? My family is here. Greenwoods, Kakanad. Okay.